വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എങ്ങനെ റൂപേ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നേരത്തെ ഇത് വിസ പ്ലാറ്റ്ഫോമിലാണ് പലർക്കും ഇഷ്യൂ ചെയ്ത് കൊടുത്തിരുന്നത്. ഇപ്പൊ നമുക്കിത് റൂപേ വേരിയന്റിലേക്കും കൺവേർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും ഇത് റൂപേ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കാർഡ് നമുക്ക് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും കൊടുക്കാതെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. മാത്രമല്ല ഇത് മെറ്റൽ വേരിയന്റിലും കിട്ടും. ഇപ്പൊ ഈ കാണുന്ന കാർഡ് ഒരു മെറ്റൽ കാർഡാണ്. പ്ലാസ്റ്റിക് വേരിയന്റും നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു കാർഡിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതുപോലെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമുക്ക് പരിചയപ്പെടാം. കാരണം ആ ഒരു ഡീറ്റെയിൽസ് പലർക്കും അറിയുന്നതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഒരു കാർഡിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഈ ഒരു കാർഡ് എങ്ങനെ റൂപേ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. മാത്രമല്ല എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാർഡ് ഹോൾഡേഴ്സിന് ഇത് വിസ പ്ലാറ്റ്ഫോമിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത് റൂപേ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, റൂപേ കാർഡ്സ് നമുക്ക് UPI ആപ്പുകളിൽ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിലെല്ലാം നമുക്ക് ഈ ഒരു കാർഡ് ലിങ്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കടകളിലൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ആൻഡ് പേ വഴി പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എങ്കിൽ പോലും ഈ ഒരു കാർഡിലെ ബാലൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് കടകളിലൊക്കെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പൊ അതാണ് ഈ റൂപേ വേരിയന്റ് കാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. മാത്രമല്ല ഗവൺമെന്റ് ഒരുപാട് ഓഫേഴ്സ് റൂപേ കാർഡുകൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ട്രാവൽ ടിക്കറ്റ്സിനും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗിനും എല്ലാം റൂപേ കാർഡ്സിൽ മികച്ച ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളുടെ ഇതിപ്പോൾ വിസ കാർഡ് ആണെങ്കിൽ അത് റൂപേ വേരിയന്റിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ വൺ കാർഡ് ആപ്പിൽ രണ്ട് കാർഡ്സ് കാണാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു വിസ കാർഡ് അവിടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മറ്റൊരു കാർഡ് കൂടെ, അതായത് മറ്റൊരു കാർഡ് നമ്പർ കൂടെ റൂപേ പ്ലാറ്റ്ഫോമിൽ ജനറേറ്റ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഓഫർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവാം. ഈ ഒരു വൺ കാർഡിന്റെ മറ്റൊരു സവിശേഷത, ഇത് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടുന്ന ഒന്നാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഇത് സെക്യൂർഡ് കാറ്റഗറിയിൽ അല്ലാതെ, അതായത് നിങ്ങൾക്ക് FD ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ട് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ല എങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകിക്കൊണ്ടും ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു കാർഡിന്റെ ആ ഒരു കാറ്റഗറി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എൻഡ് ഓഫ് ദ വീഡിയോ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ആപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നതാണ്. വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് റൂപേ വേരിയന്റിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള അപ്ഡേറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺ കാർഡിന്റെ ആപ്പിലേക്ക് ചെല്ലുക. ആപ്പിന്റെ ഇന്റർഫേസിൽ നമുക്ക് റൂപേ ആക്ടിവേറ്റ് കാർഡ് എന്ന് കാണാം. ആ ഒരു ഐക്കണിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ഓഫർ കാർഡ് ചാനലിന്റെ അപ്ഡേറ്റ് ആണ് കേട്ടോ. മികച്ച ഓഫേഴ്സ് തരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ബാങ്ക് ആണ് ഈ ഒരു കാർഡ് എനിക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് താഴെ ആക്ടിവേറ്റ് നൗ എന്ന് കാണാം. അപ്പൊ ആ ഒരു വിർച്വൽ റൂപേ കാർഡാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ എഗ്രി ചെയ്യുക. എഗ്രി ചെയ്യുന്നതോടുകൂടി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിതിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ താഴെ വന്നിട്ടുണ്ട്. അതിൽ ആക്ടിവേറ്റ് നൗ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി കാർഡ് കൺട്രോൾസിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. ഇതിൽ കാർഡിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം റൂപേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട്. ഇവിടെ നമുക്ക് കാർഡിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ കാണാം. വിസ വേരിയന്റും അതുപോലെ റൂപേ വേരിയന്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാർഡിന്റെ ട്രാൻസാക്ഷൻ ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണാം. കാർഡിന്റെ ലിമിറ്റ് നമുക്ക് ഒരിക്കലും ഇൻക്രീസ് ആയിട്ട് കിട്ടില്ല. സെയിം ലിമിറ്റ് തന്നെ ആയിരിക്കും ഈ ഒരു രണ്ട് കാർഡിലൂടെ നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നേരത്തെ തന്നെ ആ ഒരു വിസ പ്ലാറ്റ്ഫോം കാർഡിൽ ഞാൻ എന്റെ ഈ ഒരു കൺട്രോൾസ് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർഡ് വളരെ ആക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് റൂപേ കാർഡിന്റെ ആ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിട്ട് കാണാനായിട്ട് പറ്റും. കാർഡ് പിന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാർഡുമായി ബന്ധപ്പെട്ട കുറെ സെറ്റിംഗ്സ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ലിമിറ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഡൊമസ്റ്റിക് ലിമിറ്റ്സ് കാണാം. 1,40,000 റുപ്പീസ് ആണ് ഇപ്പോൾ ഇതിലുള്ള ലിമിറ്റ്. ATM വിഡ്രോവൽ ഇതിൽ കറന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ട്രാൻസാക്ഷൻസിന്റെ ലിമിറ്റും 1,40,000 തന്നെയാണ്. കോൺടാക്ട്ലെസ് പേയ്മെന്റും ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഇന്റർനാഷണൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത്. ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ തന്നെ CSB ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, SBM ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഈ പറഞ്ഞ 6 ബാങ്കുകളുമായി ടൈപ്പ് ആയിക്കൊണ്ടാണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഈ ഒരു 6 ബാങ്കുകളുമായി കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു വൺ കാർഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന്, അതായത് ഈ ഒരു FPL ടെക്നോളജീസിന് കാർഡ് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. പക്ഷെ അവര് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ബാങ്കുകളുമായി ടൈപ്പ് ആയിക്കൊണ്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നത് ഇത്തരത്തിലുള്ള ബാങ്കുകൾ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫെഡറൽ ബാങ്കിന്റെ കാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ BOBയുടെ കാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കാർഡ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ആക്ച്വലി. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടും ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ നിങ്ങൾക്കിത് 5,000 രൂപ മുതൽ എത്ര എമൗണ്ട് കൊടുത്തിട്ടും നിങ്ങൾക്കിത്
കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ 5000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഒരു 110% അല്ലെങ്കിൽ 100% ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നതാണ്. 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ കാർഡ് ലിമിറ്റ് 5500 ആയിരിക്കും, അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് ആയിരിക്കും. അപ്പൊ ആ ഒരു ലിമിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കാറ്റഗറിയിലാണെങ്കിൽ ഈ ഒരു കാർഡിൽ കിട്ടാൻ പോകുന്നത്. SBM ബാങ്ക് ആണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കാതെയും ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതില് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. കാർഡിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിഡൻ ഫീസ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ടതില്ല. ജോയിനിങ് ഫീസ് ഇല്ല, ആനുവൽ ഫീസ് ഇല്ല. റിവാർഡ് റെഡീം ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 50,000 രൂപക്ക് മുകളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ കാർഡ് ആയിരിക്കും. ഇപ്പൊ എന്റെ പക്കലുള്ളത് ഒരു മെറ്റൽ കാർഡാണ്. അപ്പൊ നിങ്ങളുടെ ലിമിറ്റ് 50,000 രൂപക്ക് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് വേരിയന്റ് കാർഡ് ആയിരിക്കും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊരു മെറ്റൽ ആണ്, ദാറ്റ്സ് ഓൾ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഓൺ ബോർഡിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 5x റിവാർഡ് പോയിന്റ്സ് നമുക്ക് നമ്മുടെ ടോപ്പ് 2 കാറ്റഗറി സ്പെൻസർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് റൂപേ വേരിയന്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓഫർ എനിക്ക് വന്നത് ഇതൊരു സെക്യൂർഡ് കാറ്റഗറിയിൽ അല്ലാത്ത കാർഡ് ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ആപ്പിന്റെ ഇന്റർഫേസിൽ ചെന്നുകൊണ്ട് ചെക്ക് ചെയ്യുക. ആ ഒരു ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൂപേ വേരിയന്റിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് റൂപേ കാർഡ് വേരിയന്റ് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല റൂപേ പ്ലാറ്റ്ഫോം നൽകുന്ന എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് അവൈൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു 1 കാർഡ് ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.